ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ജസ്റ്റ് 58,000-ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഒരു 105 ക്വാണ്ടിറ്റി, ഒരു താഴത്തോട്ടുള്ളൊരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. എൻട്രി എടുത്ത പോയിൻറ്റും നമ്മളുടെ ടാർഗറ്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയിലായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ നിന്ന് തന്നെ പറയാം, ഒരു 5 പോയിൻറ്റ്സിൻ്റെ പ്ലസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് താഴത്തോട്ടാണ് മൊമെൻറ്റം എങ്കിൽ നമ്മളൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. ഇതാണ് പ്ലാൻ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല, വേറൊന്നുമല്ല. ഇന്നലെ ലോസ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 1800 റുപ്പീസിൻ്റെ ആയിരുന്നു ലോസ് ബുക്ക് ചെയ്ത്. ഞാൻ വീഡിയോ സെറ്റ് ചെയ്തിരുന്നതും കൂടെയാണ്. അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങനെയാണ്. അപ്പം വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സമയം കഴിഞ്ഞതിന് ശേഷം അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. എനിവേസ്, നമുക്ക് ഏതായാലും മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു റെഡിലേക്ക് വരുന്നുണ്ട്. ഒരു 500-600ൻ്റെ ഒരു ലോസ് കാണിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 555-ഉം 556 ട്രിഗർ വന്നിട്ട് 556, റൈറ്റ്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഞാനൊന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഇനി അതല്ല, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഡൗൺഫോൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ മാർക്കറ്റിൻ്റെ ബിഗിനിങ് തൊട്ട് ഞാൻ നോക്കിയിരിക്കുന്നതാണ്. ഇപ്പോഴാണ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഫോളിംഗ് മാർക്കറ്റ് ആയിരുന്നു. ഫോളിംഗ് മാർക്കറ്റിനെ ഒരു റിട്രീവ് ചെയ്യുന്ന രീതിയിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം വന്നു. വീണ്ടും മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 1-2 ദിവസമായിട്ട് ഒരു സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നും ഓപ്ഷൻ ബയ്യർക്ക് കൊടുത്താൽ പോരല്ലോ, ഓപ്ഷൻ സെല്ലറും കൂടെ കുറച്ച് മാർക്കറ്റിൽ ആക്റ്റീവ് ആവണ്ടേ. അപ്പം എനിവേസ്, അതെല്ലാം മാർക്കറ്റിൻ്റെ ഡിസിഷനാണ്. ഇപ്പോൾ ഏതായാലും മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്ത് അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. അല്ല, നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീക്ക്, ട്രേഡിംഗ് വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഈ ഒരു മന്തിൽ, നവംബറിൻ്റെ മന്തിൽ നമുക്കൊരു കുറച്ച് പ്ലാൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ചെയ്യാം. നിങ്ങളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ തയ്യാറാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സംസാരിച്ചിരുന്ന് അത്യാവശ്യം നല്ലൊരു ലോസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1200-1300 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് 100 മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഇനി അതല്ല, മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുക്കാം. ഇപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം പ്രോഫിറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫോള് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 612 613 റേഞ്ചിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 2000+ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു പ്രശ്നം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ലൊരു ഫോള് വന്നതിന് ശേഷവും നമ്മൾ സ്റ്റിൽ ഒരു 2000 റുപ്പീസിൻ്റെ അതായത് പ്രീമിയത്തിൽ ഒരു ഇൻക്രീസ് ഇല്ല. അതുമാത്രമേ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളൂ. കേട്ടോ, റിജക്ഷനും വരുന്നുണ്ട്. എനിവേയ്സ്, ഇത്രയും നല്ലൊരു ഫോള് കിട്ടിയതിന് ശേഷം ഇത്രയും നല്ലൊരു ഫോള് കിട്ടിയതിന് ശേഷം പ്രീമിയത്തിൽ വലിയൊരു ഹൈപ്പ് ഇല്ല. സോ ദാറ്റ് മീൻസ് മാർക്കറ്റ് താഴത്തോട്ട് പോവാൻ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നത്. കാരണം മാർക്കറ്റ് ഫോളും ചെയ്യുന്നുണ്ട്, പ്രീമിയത്തിൻ്റെ പ്രൈസ് വലുതായിട്ട് താഴുന്നുമില്ല. സോ മീൻസ് കൂടുന്നുമില്ല. അപ്പം പ്രീമിയത്തിൻ്റെ പ്രൈസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ച് പ്രീമിയത്തിൻ്റെ പ്രൈസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് ഫോളോ ചെയ്യാനോ ചാൻസസ് കുറവാണെന്നാണ്. ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് മാർക്കറ്റിൽ അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോ എന്ന് ചോദിക്കരുത്. നമ്മൾ പ്രീമിയം വേസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സ്പോട്ടിൻ്റെ ചാർട്ടിലാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്, ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ സ്പൈക്കിൽ. പക്ഷേ പ്രീമിയത്തിൻ്റെ നിങ്ങൾ കണ്ടിരുന്നതാണ്, പ്രീമിയത്തിൻ്റെ ചാർട്ട് വെച്ചിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അഗെയിൻ മാർക്കറ്റ് റിജക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഇപ്പോൾ താഴത്തോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോള് കിട്ടുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. ഏതായാലും ഫോള് കിട്ടുന്നുണ്ട്, പക്ഷേ പ്രീമിയത്തിൽ ഒരു സ്പൈക്കും വരുന്നില്ല. അതാണ് കണ്ടോ, സ്റ്റിൽ 610 612 റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. 642 592 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു റിജക്ഷനും ഒരു ഗ്രീൻ ക്യാൻഡിലും ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് അഗെയിൻ കണ്ടിന്യൂസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതേ നമുക്ക് മാനുവലി നമ്മളുടെ ടാർഗറ്റ് സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് എത്തുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഓക്കെ, ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ് ഓവറോൾ ഒരു 2500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, കണ്ടിന്യൂസ്ലി ഇത്രയും ഫോള് വന്നതിന് ശേഷവും മാർക്കറ്റിൽ സ്റ്റിൽ ഒരു സ്പൈക്കില്ല പ്രീമിയത്തിൽ. സോ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനാണ് എനിക്ക് ചാൻസസ് കൂടുതൽ തോന്നുന്നത്. അതാണ് സ്പോട്ടിൽ നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയപ്പോൾ ഞാൻ നമ്മളുടെ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ നമ്മൾ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്ത് ഓവറോൾ ഒരു 2500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ് താങ്ക് യു, ബൈ.